ഞാൻ ഇവിടെ എടുക്കൂല, എരുമേലിയിൽ എടുക്കോളും. തീർത്തു പ്രസവം എടുക്കാൻ അത് എന്തെങ്കിലും ചോദിക്കണോ? ഒരു കാര്യം ജസ്റ്റ് അങ്ങ് സർപ്രൈസ് ഇട്ട് കയറി പോയാലോ? ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അൺറൊമാൻറ്റിക് മൂരാച്ചി വെരി പത്തറ്റി. ഞാൻ ചില സമയത്തൊക്കെ വിചാരിക്കും എനിക്ക് തോന്നും ആളൊന്ന് സാഡ് ആയിട്ടുണ്ട്, ആളുടെ മുഖം ഒന്ന് താഴേക്ക് പോയിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് പൊന്നോ ചാറ്റോ ഭാവിക്ക് എന്താ എന്താ വേണ്ടേ? അപ്പൊ ഞാൻ ചെറിയ കൊച്ചാവും. ഇതിപ്പോ നീ എന്നെ കുറ്റക്കാരിയാക്കി, ഞാനാണ് നിന്നെ പുറത്താക്കുന്നത്. അങ്ങനല്ല, അത്രയും സ്നേഹം വേണ്ട സത്തു, ഉള്ളത് മതി. ദൂരെ നിന്ന് കണ്ടാ മതി, ദൂരെ നിന്ന് കാണുമ്പോഴാണ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ പാരന്റ്സ്. അങ്ങനെ നോക്കാൻ്റെ ആവശ്യം വരാം. പിന്നെ എല്ലാവരും ഇപ്പൊ ചെറിയ പിള്ളേരായിട്ട് തോന്നുന്നേ. ചിലപ്പോ അത് പ്രായമത്തെ തന്ത വൈബ് എന്നൊക്കെ പറയണ പോലെ ഇപ്പൊ ആരെയാണ് തന്ത വൈബല്ല തള്ള വൈബ്. ചെന്നില്ലെങ്കിലും കുഴപ്പാ. ഇതിപ്പോ ഈ പറഞ്ഞ് വരലേന്നൊക്കെ പറയണ്ടെങ്കിലുണ്ടല്ല, ആ 2 മണിക്കൂർ ഞാൻ തിരിഞ്ഞേ നോക്കിയിട്ടില്ലെങ്കിലല്ല, പിന്നെ നിന്റെ സ്നേഹം കുറഞ്ഞു, നിന്റെ സ്നേഹം കുറഞ്ഞു. നീ വന്നിട്ടില്ല, നീ ഒരെണ്ണം എടുക്കള്ള അത് എടുക്കള്ള അത് ചെയ്ത് പിന്നെ വ്യത്യാസം കാണിക്കും. He'll buy a rose and he'll be very shy because ഇവൻ ഇതുവരെ ഇങ്ങനെ ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ കറക്റ്റ് ആയിട്ട്. ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ട്, അതൊക്കെ റോസസ് കൊടുത്തിട്ടില്ല. ഞാനൊന്ന് വീട് വരെ പോയാലോ? അല്ല, അപ്പൊ അന്ന് ഇവള് പറയേ നമുക്ക് ബീഫ് മേടിക്കാം. ബീഫ് എനിക്ക് ഇഷ്ടമല്ലോ, ഞാൻ പോവില്ല. ഓണ്ടാന്നല്ല പറയാ, നമുക്ക് അത് കഴിഞ്ഞിട്ട് സദ്ദുവിന്റെ വീട്ടിലേക്ക് പിന്നെ പോയായിരുന്നു? ഞാൻ പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല. It's still, I think we just got registered also because നമ്മൾ ഒരു മാസം മുമ്പാണ് രജിസ്റ്റർ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്തപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. ഞാനും വീട്ടിൽ പറഞ്ഞു അടുത്ത ദിവസം കല്യാണമാണ്, മമ്മിനോടും സിസ്റ്റേഴ്സിനോടും പറഞ്ഞു നാളെ ആണ്. പക്ഷേ ഐ നോ ദാറ്റ് ദേ നീഡ് ടൈം. ബട്ട് ദെൻ സി ദ ഫാക്ട് ഈസ് ഞാൻ ഇനി ലെറ്റ്സ് സേ ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ് ഫോർ അതേഴ്സ് അപ്രൂവൽ ടു സ്റ്റാർട്ട് മൈ ലൈഫ്. ഓൾറെഡി ഇറ്റ്സ് ലേറ്റ് യാർ. ഐ എം നോട്ട് ഷുവർ ഞാൻ 5 വർഷമാണോ 10 വർഷമാണോ എത്ര വർഷത്തിൻ്റെ ലൈഫാണ് ഇനിയും നമുക്ക് മുന്നോട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ലിവ് ആൻഡ് മേക്ക് എൻ്റെ ലൈഫിൻ്റെ പാർട്ടാക്കി ഞാൻ അവരെ മാറ്റും ഫോർ ഷുവർ. ഇവൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇന്നലെ രാത്രി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ജസ്റ്റ് അങ്ങ് സർപ്രൈസ് ഇട്ട് കയറി പോയാലോ? ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ കാണാൻ വരാൻ പറഞ്ഞപ്പോഴൊന്നും കണ്ടിട്ടില്ല. വീട്ടിലപ്പോഴും സമ്മതിച്ചെങ്കിലും വീട്ടിൽ പറഞ്ഞത്രേ ഉള്ളൂ, ഓക്കെ നീ കെട്ടി വേറെ സ്ഥലത്ത് ജീവിച്ചോ, നമ്മളായിട്ട് മീറ്റിംഗ് പോയി ആ ഒരു ഐസ് ബ്രേക്കിംഗ് മാറ്റി. ഈ കോൾഡ് ഫീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ കാലും കൈക്ക് തണുത്തു പോകുന്ന ഒരു മൊമെന്റ്, അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് I feel ഇന്ന് തിങ്സ് ബെറ്റർ എന്ന് വിചാരിക്കുമ്പോഴേക്കും സംതിങ് എൽസ് ഹാപ്പൻസ്. സോ ഓൺ എ ഡെയിലി ബേസിസ് വെൻ ഐ എം ലൈക്ക് ഓക്കെ ശരി ഇന്ന് പോവാം, ഇന്ന് സെറ്റ്, നാളെ ഉറപ്പാണ് സദ്ദു നാളെ പോയിരിക്കുന്നു പറയുമ്പോഴത്തേക്കായിരിക്കും സംതിങ് ഫോൾസ് ലൈക്ക് അഗെയിൻ ടു. അത് നമ്മുടെ ബിറ്റ്വീൻ ആയതുകൊണ്ടായിരിക്കില്ല, നമ്മുടെ ചുറ്റും എന്തെങ്കിലും ആയിരിക്കും വിച്ച് ഇസ് എഫക്റ്റിംഗ് us ടു മേക്ക് ദാറ്റ് സ്റ്റെപ്പ് അഗെയിൻ. അപ്പം ഞാൻ ഇത്ര പറയുള്ളൂ, സദ്ദു ഒരു കാര്യം ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാം സോ ദാറ്റ് നമ്മുടെ ഫാമിലിക്ക് ഒരു റെസ്പെക്ട്ഫുള്ളി പറയാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് legally married couples ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വിൽ ബോത്ത് ഹാവ് ടു ടേക്ക് ഓൺ വേ. എൻ്റെ മമ്മി ഓക്കെ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. യു വിൽ ഹാവ് ടു ടേക്ക് എൻ എഫേർട്ട് ദെയർ ഓൾസോ. ഐ വിൽ ഓൾസോ ടേക്ക് മൈ എഫേർട്ട്. ഐ എം നോട്ട് സെയിങ് കി രണ്ട് ഭാഗത്തും നമ്മളെ വീട്ടിലിരുന്നിട്ട് ഇനി വാരി തരാനോ അതുപോലെ സ്നേഹമോ അതൊന്നും ഒരിക്കലും ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം, നടന്നെന്ന് വരാം. ബട്ട് ഹോപ്പില് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലെ ഭാഗത്തൊക്കെ ഞാൻ നടത്തി തരാമോ. ഇതിപ്പോ നീ എന്നെ കുറ്റക്കാരിയാക്കി, ഞാനാണ് നിന്നെ പുറത്താക്കുന്നത്. അങ്ങനല്ല, അത്രയും സ്നേഹം വേണ്ട സദ്ദു, ഉള്ളത് മതി. ദൂരെ നിന്ന് കണ്ടാ മതി, ദൂരെ നിന്ന് ഞാനതിനെ പുറത്താക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇവൻ പറയും ഇടയ്ക്കിടയ്ക്ക് നീ സദ്ദു കക്ക എന്ന് വിളിച്ചത്. സദ്ദു അങ്ങനെയല്ല ഞാൻ പറയാറ്. അറിയാലോ, പുറത്തിറങ്ങുമ്പോ ഞാനാ മൊത്തം അങ്ങനെ ഇരിക്കണം. ഞാനിങ്ങനെ മുളുമ്പോ സോറി കാക്ക പ്രാക്ടീസ് ചെയ്യാ വീട്ടില്. അല്ല
വിളി ചില സമയത്തൊക്കെ എന്തെങ്കിലും ഇപ്പൊ ഒരു വെറുതെ ഒന്ന് പോവാണ് എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങി ഒരു ഓട്ടോക്കാരൻ വന്ന് വഴി ചോദിച്ചല്ലേ നമ്മൾ വണ്ടി കയറി അപ്പൊ പോലും എന്നെ സംസാരിക്കാൻ സമയക്കില്ല. ചേട്ടാ ഞാനൊന്ന് പറഞ്ഞിട്ടെ പ്ലീസ്, ഞാൻ ഓട്ടോ വിളിച്ചത് ഇത് സത്യം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് പറയാൻ പച്ചേക്കണം ഞാനത് 2 ദിവസമായിട്ട് ക്ലാസ് എടുക്കണ്ട്. കുറച്ചെങ്കിലും ഞാൻ സംസാരിക്കട്ടോ പ്ലീസ്. ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ തരാം അപ്പൊ നീ സംസാരിച്ചു. ഞാൻ പറഞ്ഞേ തോണ്ടല് വേണ്ട വേണ്ടെന്ന് ഇവിടെ പറഞ്ഞത്. തോണ്ടല് വേണ്ട, ക്യാമറ കിട്ടും. നൈസായിട്ട് ക്യാമറ കിട്ടുന്നല്ലേ. തോണ്ടല് വേണ്ട, ക്യാമറ കിട്ടും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് സെറ്റ്. ഓക്കെ, അല്ല ഇത് കണക്ട് ആകാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യം സംഭവിച്ചില്ല. റിക്കവർ ആയ ഒരു സംഭവം, അതായത് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ടു മൂവ് ഓൺ എന്നുള്ളൊരു സംഭവം. അത് എന്തും ആവാം, എന്ത് കാര്യമാവും. പക്ഷെ അത് റിക്കവർ ആയി ആക്ച്വലി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആയില്ലാത്ത കാര്യം ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. സ്റ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ടിങ്കിളിന് എന്തായിരിക്കും? I think it was my dad's death because Papa മരിക്കുന്ന 1 മാസം മുമ്പ് I had a fight with him. എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ഒരാളോട് ഫൈറ്റ് ചെയ്താൽ സോറി പറയാതിരിക്കില്ല, അങ്ങനെയാണ്. പക്ഷേ ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഈ ഇത്രയും വർഷങ്ങളിൽ പപ്പയായിട്ട് ഫൈറ്റായിട്ട് ഞാൻ തന്നെ മോശമായിട്ട് വാക്കുകൾ പറഞ്ഞിട്ട് I was so egoistic that I didn't say sorry to him. And on the day of his death, I'm calling him. Like on the day of his death also, he will not talk to me. ആ 1 മാസം പപ്പയും എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ he was unwell and പപ്പ ഡൽഹിയിലാണ്. He picked up the call and എൻ്റെ ഫേസ് കണ്ട ഉടനെ പപ്പ ഫോൺ തിരിച്ചു വെച്ചു. അപ്പം ഞാൻ പറയാ എടക്കളവാ എന്തോ കിടന്ന് ഞാൻ മറന്നു. I am trying to say sorry and all that, but not in the way I should have said sorry. Because ആൾക്ക് ഹേർട്ട് ആവേണ്ട അത്ര ആയി കഴിഞ്ഞായിരുന്നു അപ്പോഴത്തേക്കും. My sorry was not good enough. It was not deep enough for him to take it that way. And then he passed away. So I came to know about it at 8:30 that I was very shocked because first of all, how can he die എന്നുള്ള ഒരു സാധനം. പിന്നെ അൺവെൽ ആയിരുന്നു പക്ഷെ നോട്ട് കോവിഡ് സമയമാണ്. സോ ഐ വാസ് നോട്ട് ഷുവർ വെദർ ഐ വിൽ ബി ഏബിൾ ടു സീ ഹിസ് ഫേസ്. ആൻഡ് ലോട്ട് ഓഫ് ഡിംപിൾ ഇൻ ബിഗ് ബോസിലാണ്. ഡിംപിൾ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വരുന്നു അങ്ങനെ. അപ്പോൾ ഐ എം നോട്ട് ഏബിൾ ടു ക്രൈ ഔട്ട്, ബട്ട് ഐ നോ ദാറ്റ് വാട്ട് ഐ കുഡ് നോട്ട് സേ സോറി ടു ഹിം. I seriously speaking, അവിടെ നിന്ന് ഐ തിങ്ക് ഐ വെന്റ് ഡൗൺ ടു മെന്റൽ ബ്രേക്ക് ഡൗൺ. ക്യൂക്കി പാപ്പ മരിച്ചു കഴിഞ്ഞിട്ടും ഒരു 3-4 മാസം വരെ ഐ വാസ് നോട്ട് ഏബിൾ ടു ബിലീവ് ദ ഫാക്ട് ദാറ്റ് ഹി പാസ്ഡ് അവേ എന്നുള്ള രീതിയിൽ ഐ ഡിഡ് നോട്ട് ക്രൈ. ആൻഡ് ഡിംപിളുടെ ബിഗ് ബോസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇസ് ഫൈറ്റിംഗ് ത്രൂ ഔട്ട് ദാറ്റ് ടൈം പീരിയഡ്. അപ്പോൾ അതെല്ലാം നടന്ന് കഴിയുമ്പോൾ I understood that I'm going down because എൻ്റെ മെന്റൽ ലെവൽ സ്റ്റാർട്ടഡ് ബിക്കമിങ് ടു എന്തിനും ഡിപ്രസീവ് എന്ന് പറയുന്ന സ്റ്റേജിനെ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കണേ ദറ്റ് ഐ എം ഗോയിങ് ഇൻ ടു in depression because I could not say sorry to my dad and I thought that I'm screwing like എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി പോയെന്ന് തോന്നി, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയെന്ന് തോന്നിയതായിരുന്നു. ബട്ട് ടു ഫൊർഗിവ് മൈസെൽഫ് ഫോർ നോട്ട് ആസ്കിങ് ഫൊർഗിവ്നെസ് എന്ന് പറയണ പോലെ ഞാൻ എന്നെ തന്നെ ആദ്യം ഫൊർഗിവ് ചെയ്യണം, എന്നാലേ എനിക്ക് എൻ്റെ അപ്പൻ്റെ ഫൊർഗിവ്നെസ് ചിലപ്പോൾ കിട്ടൂല. പക്ഷെ എനിക്ക് എന്നെ ഫൊർഗിവ് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരുന്നു. ഇറ്റ് ടുക്ക് മീ 2 years. ലൈക്ക് ആ 2 വർഷം എടുത്തു, അതിൽ നിന്ന് 2.5 വർഷം എടുത്തു എന്നെ ഫൊർഗിവ് ചെയ്യാൻ. പപ്പയാണ് ലെറ്റ് ഇറ്റ് ഗോ. എന്നെ ഇന്ന് ഈ കണ്ടീഷനിൽ ചിലപ്പോൾ അപ്പം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഫൊർഗിവ് ഇല്ലായിരുന്നു. സോ തിങ്ക് ഹോൾഡ് യു സെൽഫ് ബാക്ക് ആൻഡ് വാട്ട് എവർ ഹാപ്പൻ ഇസ് ഡൺ ആൻഡ് ഗോൺ. ഇനി ചിലപ്പം എന്താ പറയണേ ജീവനോടെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. പപ്പ മരിച്ചു, ഹിസ് ഡസ്റ്റഡ് ആൻഡ് ഗോൺ. But now my mom is right there, my sisters are right there and they can't see you like this anymore. അപ്പോൾ എൻ്റെ സ്റ്റേജ് ആ ലെവലിലേക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ കുഡ് നോട്ട് എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റണില്ല. പിന്നെ ലൈക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി യു ആർ കില്ലിങ് പീപ്പിൾ ലിവിങ് റൈറ്റ് ദെയർ and you can't be crying for someone who's already died and gone. It's high time to change. It's high time. You can't sit and like എന്നെ തന്നെ ഇത് ചെയ്ത് വിക്ടിമൈസ് ചെയ്ത് I was in a different mentality. ഡിപ്രഷൻ്റെ വേറെ ലെവൽ എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് it was my self-healing. My parents, like my family supported me. I'm not going to say that. My friends supported me. But not the support that I wanted. I would say അവരെല്ലാവരും സപ്പോർട്ടിങ് ആണ്,
പക്ഷെ ആ സപ്പോർട്ട് അല്ലായിരുന്നു. തിങ്കിൾ ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ള സംഭവം അല്ല വരണത്. എന്നല്ലായിരുന്നു വരണത്. പക്ഷെ ഐ തിങ്ക് ഐ അണ്ടർസ്റ്റുഡ് മൈ ഓൺ മിസ്റ്റേക്ക്. ഞാൻ എന്നെ ഫൊർഗിവ് ചെയ്യാത്തത്, ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം ഐ എം ക്യാരിങ് സച്ച് എ ഹ്യൂജ് ബാഗേജ് ഓൺ മൈ ബാഗ് ആൻഡ് ഐ ആം ഡിപ്പിങ് മൈ സെൽഫ് ഒരു ആവശ്യമില്ലാത്തൊരു ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കം ഔട്ട്, സേ സോറി ടു യുവർ സെൽഫ്, സോറി ടു ഡാഡ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ് ഇറ്റ് ഓഫ്. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു, എനിക്ക് ലൈഫിൽ തോന്നുന്നത് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ് മൈ സെൽഫ്, ഐ ഫൊർഗിവൻ മൈ സെൽഫ് ആൻഡ് ഐ കീപ് മേക്കിംഗ് മിസ്റ്റേക്ക് ഇപ്പോഴും. പക്ഷേ ഐ ഹവ് സ്റ്റോപ്ഡ് ഹോൾഡിങ് ഓൺ ടു വാട്ട്സ് ഗോൺ. അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ, ആസ് യു ആസ്ക്ഡ്, തിങ്സ് ഹാവ് ഗോൺ ഫാർ ഫോർ മീ. അതാണ്. And now you're happy and you got the right very much because I could forgive, because I could give someone else a space he could enter. You got the right person. എനിക്ക് റിക്കവർ ആവേണ്ട വന്നില്ല. ഏതാ ഞാൻ ഇത്രയും വലിയ ഡിപ്രഷനിലേക്ക് എനിക്ക് റിക്കവർ ആവേണ്ട വന്നില്ല. ഞാൻ ഓക്കെ കൂളായിരുന്നു എപ്പോഴും. ഞാൻ ചിന്തിക്കാൻ എന്ത് കഷ്ടതകളിലൂടെയുള്ള പൊന്ന് കടന്നു വന്നതാണ്. ഇപ്പോഴും ഇതൊക്കെ ഞാനിത് കുറെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫീൽ ചെയ്ത് കേട്ട് ഇപ്പൊ കുറച്ചുകൂടെ ഫീൽ ചെയ്ത് കേട്ടിപ്പോ ഞാൻ. അല്ലെങ്കിൽ ഇവള്, കാരണം ഇവള് ബാക്ക് ടു ബാക്ക് സ്റ്റോറീസ് പറയും ഇവളുടെ. എപ്പോഴും ഒരു ദിവസം ഇരിക്കാണ്, ഫസ്റ്റിലൊക്കെ ഡെയിലി പാസ്റ്റിലെ എല്ലാം വൺ ടു എ ടു സെഡ് എന്നുള്ള രീതിയിൽ ഇത് എല്ലാ ദിവസവും കേൾക്കണതുകൊണ്ട് ഞാനിങ്ങനെ കേട്ടിരിക്കും. ഞാൻ നന്നായിട്ട് കേട്ടിരിക്കുന്നു, നന്നായിട്ട്. ശരി ശരി. ഇന്ന് നാളെയും സെയിം. ഇതും ഞാനൊരു 50 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കേട്ടപ്പോ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ചിന്തിക്കാണ്, ഞാനിതിപ്പോ എന്താ പറയാ, ശരിക്കും ഞാൻ ഈ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനെ റിക്കവർ ആവാനായിട്ട് ഞാൻ എന്നെ തന്നെ കുറെ മൂണായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട് കുറെ. അതിൽ നിന്നൊക്കെ മൂണായിട്ടുണ്ട്. ഞാന് എന്റെ സ്വഭാവം, എന്റെ കുറെ രീതികൾ, എല്ലാത്തിൽ നിന്നും ഞാൻ കുറെ മാറി. അതാണ് എൻ്റെ മൂൺ എന്ന് പറയുന്നത്. ഞാൻ റിക്കവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. ശരിക്കും ഇവിടെ അടുത്ത് വരുമ്പോൾ ഞാൻ നന്നായി വേറൊരു ടൈപ്പ് ഓഫ് ലൈഫിൽ പോയി, പലതും കാണിച്ചു കൂട്ടി, അങ്ങനെ എല്ലാ രീതിയിലും പോയി. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് മൂണായി. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ചേഞ്ച് ചെയ്തെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും പല കാര്യത്തിലും. ഇത് ഇന്ന് വേണ്ട, അല്ലെങ്കിൽ അത് വേണ്ട, ഇത് വേണ്ട എന്ന് എനിക്ക് കംപ്ലീറ്റ്ലി തീരുമാനിക്കാൻ പറ്റും. സോ അത് ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തതാണ്. കാരണം ഇത് ഇങ്ങനെ എല്ലാവരും ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഭയങ്കരമായിട്ട് മോശമായിട്ട് രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. സോ അതിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു. അത് റിക്കവറിംഗ് ആണ്. ഞാനത് റിക്കവറിംഗ് ഞാൻ റിക്കവർ ആയിട്ടാണ് എന്റെ അടുത്ത് വന്നതെന്ന് തോന്നുന്നു. ആ ക്രെഡിറ്റ് പോലും നീ എനിക്ക് എടുക്കാൻ സാധിക്കില്ലേ? ആ ക്രെഡിറ്റ് പോലും എക്സ്ട്രാ. അതെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ ഡീൽ ഒപ്പിക്കല്ലേ? നമ്മളെ വന്ന് പറഞ്ഞ ഡീൽ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. ഇല്ല ഇപ്പൊ പറയല്ലേ, ചെറുപ്പം പറയാണ് ഒന്നുകൂടെ എന്താന്ന് പറയത്തില്ല. നിങ്ങൾ ഹൂസ് മോർ റൊമാൻറ്റിക് ആക്ച്വലി? ആണ്. You are not. Unromantic Muraji. Very pathetic. ഞാൻ ചില സമയത്തൊക്കെ വിചാരിക്കും ഞാനെന്താ ചെയ്യാ. ചില സമയത്തൊക്കെ ഞാൻ ഞാൻ ശരി പറയണം, പുറത്ത് പോയിട്ടൊക്കെ ഒന്ന് വന്നാലോ, ഒന്ന് കൈയൊക്കെ പിടിച്ച്. അപ്പൊ ഇവള് ഈ ചെറുക്കനെ കൊണ്ട് തോറ്റ്. അല്ല ബാത്തിങ് നമുക്ക് പോയി ബജ്ജി കഴിച്ചിട്ട് എന്തിനാ കൊണ്ടുപോകുന്നത്? വേണമെങ്കിൽ പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് രണ്ടെണ്ണം മേടിച്ചോ. ബജ്ജി കഴിക്കാൻ പോലും ഞാൻ കൂടെ എന്തിനാണ് വരേണ്ട ആവശ്യം? ലൈക്ക് സി ഈസ് റൊമാൻറ്റിക് ഇൻ എവറി അത് പോസിബിൾ വേ. ബിക്കോസ് അത്രയും ചൂടത്ത് കിച്ചണിൽ ഒരു മനുഷ്യനെ നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എടുക്ക് വരും, നോക്കും ഗ്യാസ് ഓൺ അല്ല, അപ്പം ഫാൻ ഓൺ ആക്കും, ഫാൻ ഓഫ് ആക്കും, ഫാൻ ഓൺ ആക്കും. പിന്നെ എടുക്ക് വരും, വെള്ളം തരും. നമ്മളൊക്കെ ഒന്നും എന്നെ വെറുതെ പിടി. ഞാൻ ഒന്ന് ഈ 2 മണിക്കൂറെങ്കിലും ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇതിന്റെ കിച്ചൻ്റെ ഉള്ളിൽ നിൽക്കട്ടെ. ആ ഒറ്റയ്ക്ക് വിടുന്ന തന്നെ ഒരു സെക്കൻഡെങ്കിൽ ഞാൻ ആ രീതി പറഞ്ഞു പോകും. ബിക്കോസ് അവിടെയും എടുക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകും, പിന്നെ എടുക്ക് വരും, നോക്കും, പിന്നെ നോക്കും എന്ത് പറഞ്ഞ് എന്റെ ചുറ്റും. ഞാൻ അതുകൊണ്ട് അല്ലല്ല, ഞാൻ നോക്കുമ്പോ 2 മണിക്കൂർ ഈ ചൂടത്ത് നൂരികാണല്ലോ വരുമ്പോ. അല്ല കൺസേൺ അതിന്റെ അല്ല, ഇറിറ്റേഷൻ ഞാൻ കാണണ്ട വന്നാലോ എന്ന് ഓർത്ത്. ഇത് ചെന്നില്ലെങ്കിലും കുഴപ്പ. ഇതിപ്പോ ഈ പറഞ്ഞ് ഞാൻ വരലേന്നൊക്കെ പറയണ്ടെങ്കിലുണ്ടല്ല, ആ 2 മണിക്കൂർ ഞാൻ തിരിഞ്ഞേ നോക്കിയിട്ടില്ലെങ്കിലല്ല, പിന്നെ നിന്റെ സ്നേഹം കുറഞ്ഞു, നിന്റെ സ്നേഹം കുറഞ്ഞു,
നീ വന്നിട്ടില്ല, നീ ഒരെണ്ണം എടുക്കള്ള അത് എടുക്കള്ള അത് ചെയ്ത് പിന്നെ ഇറിറ്റേഷൻ കാണിക്കും. സോ ഞാനപ്പോ ആ വേർത്തിട്ടാണെങ്കിൽ ഒരു 5 മിനിറ്റ് അവിടെ പോയി നിൽക്കും. എന്നിട്ട് എനിക്കാണെങ്കിൽ തീരെ ഈ പുകയൊക്കെ അടിക്കുമ്പോഴത്തേക്ക് കാണിച്ച് എന്നെ മൂക്കിന്നൊക്കെ വലിച്ചു പോലെ ഞാൻ ഇപ്പൊ വരാം. അപ്പൊ ഞാൻ ഇങ്ങനെ മൂക്കൊക്കെ തുടച്ചായിരിക്കും ചെല്ലണത്. അപ്പൊ ഇവിടെ തന്നെ പറയും കുഴപ്പമില്ല, ആ ശരി. അപ്പൊ ഞാൻ കുറച്ച് നേരം But he's very romantic in every way possible. Like ചെറിയ കാര്യത്തില് like I for me Valentine's Day means nothing for me anymore. Seriously speaking, for me എനിക്ക് അങ്ങനല്ല. So his love is through the actions of showing romance. Romance show ചെയ്യുന്ന ഒരു രീതിയാണ്. My is an action of responsibilities. So നമ്മൾ രണ്ടുപേരും is perfect for each other because രണ്ടുപേരും റൊമാൻറ്റിക് മാത്രമായി കഴിഞ്ഞാലും ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഗോണ ഗോ ബിയോണ്ട് ബിക്കോസ് രണ്ടുപേരും പ്രാന്തന്മാരാ ഞങ്ങൾ രണ്ടുപേരും ഈക്വലി മാഡ് പീപ്പിൾ. അതെ, സോ ഹീസ് ആക്ച്വലി ഫില്ലിങ് ഇൻ ഓൾ ദ റൊമാൻസ് ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ റെസിപ്രോക്കേറ്റ് ചെയ്യാറില്ല. അവന് സമയമില്ലാത്ത സമയത്താണ് ഇവന്റെ റൊമാൻസ് കൊണ്ട് ഇവൻ വരണത്. അതുകൊണ്ടാണ് നമ്മൾ സദ്ദു പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് ഞാൻ പറയേണ്ട വരണത്. അത് ഒന്ന്. പിന്നെ ചെറിയ രീതി, ഫോർ എക്സാമ്പിൾ ഐ സെഡ് ഹിൽ ബൈ എ റോസ് ആൻഡ് ഹിൽ വെരി ഷൈ ബിക്കോസ് ഇവൻ ഇതുവരെ ഇങ്ങനെ ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഫ്രണ്ട് ആയിരുന്നല്ലോ, സോ ഇറ്റ്സ് നോട്ട് ഡേറ്റഡ്. അപ്പൊ ആൾക്ക് ഭയങ്കര ഷൈ ആയിരിക്കും. ഇപ്പം ഫോർ ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ട്, അതൊക്കെ അതൊക്കെ കൊടുത്തു. പക്ഷെ എന്റെ അടുത്ത് തരാൻ മതി. ഫ്രണ്ടാണല്ലോ, എനിക്ക് തന്നിട്ടില്ല. ഫ്രണ്ടായിരിക്കുമ്പോ എനിക്ക് നല്ലൊരു മെന്റർ പോലെ ഭയങ്കരമായിട്ട് എന്നെ ചാടിക്കാൻ ദേഷ്യപ്പെടാം, ഭയങ്കരമായിട്ട് ഒരു മെച്യൂർ ലെവലിലാണ് നമ്മളെ എപ്പോഴും നിർത്തിയിട്ടുള്ളത്. ചൈൽഡിഷ് ലൈക്ക് ഫോർ മീ ടു ഓൾസോ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഹീ ഈസ് എ ബിറ്റ് ഇതിപ്പോ കൊടുക്കണോ. അപ്പൊ ഞാനും മറ്റേ എനിക്ക് വാലന്റൈൻ എന്റെ ബർത്ത്ഡേക്ക് പോലും I don't remember I do anything. He's surprisingly buying me things for me. Okay. Small things. Like avanariyam eniki nose ring ingante saanangalukku bhayanga ishtam. So these are small things that he adds to my life. And enna ivante birthday ku njan saana order ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എത്തിയിട്ടില്ല, ഇത് ഇതുവരെ വന്നിട്ടില്ല. അത് വെച്ച് ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്തു, അതാണ് സത്യം. അപ്പൊ ഞാൻ അമൗണ്ട് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്തു. ഗിഫ്റ്റ് അന്നത് എക്സ്ട്രീം ഡേറ്റ് ആയിരുന്നു. അപ്പൊ സത്യം അതാണ് ഞാൻ പറഞ്ഞേ. സോ ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഇപ്പൊ ചിലപ്പോ എനിക്ക് ചെയ്യാൻ പറ്റൂല, ഒരു 6 മാസം കൂടെ സദ്ദു നമ്മളൊന്ന് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ലൈഫ് ആകും എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല ബർത്ത്ഡേക്ക് ലൈറ്റ് തെളിയിച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലവർ എങ്കിലും ലൈക്ക് ഐ ഷുഡ് ഹാവ് ടേക്കൻ ദാറ്റ് എഫേർട്ട് വിച്ച് ഐ വാസ് നോട്ട് ടേക്കിംഗ് ട്രൂത്ത്ഫുള്ളി. ലൈക്ക് ഞാൻ ഒരു സാധനം ചെയ്യുന്നുണ്ടായില്ല. സോ ഐ വിൽ സേ റൊമാൻറ്റിക്കലി ലിറ്റിൽ ആബ്സെന്റ് ദർ. അത് ഞാൻ ചെയ്യുന്നില്ല. ഈക്വൽ റെസിപ്രോക്കേറ്റീവ്. ഇവരെല്ലാ ചെറിയ കാര്യങ്ങളും ഓർത്ത് വയ്ക്കും. ആ ചെറിയ കാര്യങ്ങൾ ഹിൽ ഡു ഇറ്റ്. But that is a big thing that he's too much giving and that's absolutely എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങും ചെയ്യണമായിരുന്നു. Like you should have done at least something small. വേറെ കാര്യമുണ്ട്, അതായത് ചിലര് ചിലപ്പോ ഇങ്ങനെ യൂസ് ടു അല്ലായിരിക്കും ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവർക്കുള്ളിൽ സ്നേഹം കാണും, പക്ഷെ അങ്ങനെ ഒരു കാര്യത്തോട് അവര് പരിചിതമല്ലായിരിക്കും. മേ ബി അതൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ പറയില്ല. ഐ ഹാവ് നോട്ട് ബീൻ ലൈക്ക് ദാറ്റ്. ബട്ട് മേ ബി ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ the last few years have changed me into a different kind of person. So now ഇങ്ങനത്തെ സാധനങ്ങൾ എഫക്ട് ചെയ്യാൻ അതാ പറഞ്ഞ ഈ ലാസ്റ്റ് ഇയർ ഒരു കച്ചറ പേഴ്സൺ ആക്കി വെച്ചേക്കണ ആളാ. പക്ഷെ ഞാൻ പിടിക്കും. No, but then I'll tell you, എൻ്റെ decisions mostly would be something related to bills, EMIs. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ he might say തിക്കിൾ നമുക്ക് ഈ അടുത്ത വരുന്ന മാസം നമുക്കൊന്ന് ഗോവ വരെ ഒന്ന് പോയാലോ. For me, traveling comes second. I know, but he is priority for me, for sure. Traveling may not be, but even priority. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊളാബറേഷൻ പിടിച്ചാലോ, വർക്കും ആകും ഇതുമാ. അപ്പൊ അവനെ മൊത്തക്ക് എപ്പോഴെങ്കിലും നീ കൊലാബറേഷൻ ഒന്നും വിട്ടിട്ട് മര്യാദ കൊടൈക്കനാല്, ഊട്ടി, മൂന്നാറൊക്കെയാണ് നമുക്ക് നല്ല കൊളാബറേഷൻ പിടിച്ച് പോവാം.
ഞാൻ പറഞ്ഞു എനിക്ക് പോകണ്ട എനിക്ക് പോകണ്ട. ഗോവ തന്നെ. അവിടെ പോയാലും പണിയെടുക്കണമല്ലോ എന്ന് ഞാൻ ശരിക്കും അങ്ങനെ ട്രാവൽ ചെയ്ത് സ്ഥലം കാണുന്ന ആളൊന്നുമല്ല. എനിക്ക് ആ ട്രാവൽ ചെയ്യണ ഒരു മൊമെന്റ് അടിപൊളിയാണ്. അത് ഇപ്പൊ രണ്ടുപേരാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ആ പോണ അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂര്, എത്ര മീറ്റപ്സ് ഈ സ്ഥലങ്ങളൊക്കെ നടക്കുന്നു. ട്രെയിനിൽ പോകുന്നു, ട്രെയിനിൽ തിരിച്ചു വരുന്നു. ഇത്ര ട്രാവലിംഗ് ടൈം ആർക്കും ഒന്നിച്ച് കിട്ടുന്നത്. എത്ര മീറ്റപ്സ്, എത്ര പുതിയ പുതിയ ആൾക്കാരൊക്കെ എക്സാക്ട്ലി ന്യൂ പീപ്പിൾ മീറ്റിംഗ്. അതെ അതെ, എനിക്ക് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഐ അണ്ടർസ്റ്റാൻഡ് ഐ ഹാവ് ടു ലൈക്ക് സർപ്രൈസ് ഹിം വിത്ത് സംതിങ് ഫോർ ഷുവർ. അത് ഞാൻ പ്ലാൻ ചെയ്യണം, ഞാൻ പഠിക്കണം. ബിക്കോസ് ഞാൻ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കും ഇവന് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് എന്തായിരിക്കും. ചിലപ്പോൾ എൻ്റെ സമയം മാത്രമായിരിക്കും, ചിലപ്പോൾ ഞാൻ ഒരു ഐ ലവ് യു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ ആളെ ഹാപ്പി ആയിരിക്കും. ഞാൻ അതുകൊണ്ട് എനിക്ക് തോന്നും ആളൊന്ന് സാഡ് ആയിട്ടുണ്ട്, ആളുടെ മുഖം ഒന്ന് താഴേക്ക് പോയിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് പൊന്നോ ചതോ ഭാവയ്ക്ക് എന്താ എന്താ വേണ്ടേ. അപ്പൊ ഞാൻ ചെറിയ കൊച്ചാവും. അപ്പൊ നമ്മളിങ്ങനെ ഇതാക്കും. അതെ പെണ്ണുങ്ങും ഇങ്ങനെ അറ്റൻഷൻ കിട്ടാതാവുമ്പോ ഞാൻ കുറച്ച് സൈലന്റ് പിടിക്കും. ഒരു 5-10 മിനിറ്റ് സൈലന്റ് പിടിക്കുമ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലാവും, ഓ അവിടെ അറ്റൻഷൻ പോയിട്ടില്ല, പോയി കൊടുത്തിട്ട് വരാം. ഞാൻ പറയാ ലാപ്ടോപ്പിലിരുന്ന് വർക്ക് ചെയ്യുന്ന വിചാരിച്ചോ. അപ്പൊ ഞാൻ പെട്ടെന്നൊരു സാധനം ടൈപ്പ്, എനിക്കൊരു ഉമ്മ വേണം, ബാവയ്ക്കൊരു ഉമ്മ വേണം എന്ന് പറഞ്ഞ ആള് വന്നൊരു ഉമ്മ വെച്ചെന്ന് വിചാരിച്ചോ. അവിടെ നിന്ന് പോവില്ല, എനിക്കിപ്പൊ തിരിച്ചു വേണം. അപ്പൊ ഞാനൊരു സാധനം പഠിച്ചു. ഒരു കാര്യം ചെയ്യാ, ഒരു തവണ വരുമ്പോ ഒരു 10 അംഗം കൊടുക്ക. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലുമില്ലല്ലോ. ഞാൻ ആ സാധനം കണ്ടുപിടിച്ചു. പിന്നെയും വരും, അത് നന്നായില്ല, പിന്നെയും വരൂ. ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പ് പിടിച്ചു. ഞാൻ ആൾക്ക് റിലാക്സേഷൻ ആയിക്കോട്ടെ ഓരോ 10 മിനിറ്റിലാ വർക്ക് ചെയ്ത്, കാരണം ആളിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് തന്നെ. ഞാൻ ആൾക്ക് ഓരോ മിനിറ്റിൽ ഒരു ഹഗ് കൊടുക്കും. ഒരു ഹഗ് കൊടുത്ത് ഒരു ഫീൽ ഗുഡ് ആയിക്കോട്ടെ. ഞാൻ എനിക്കും തോന്നിയിട്ടല്ല ശരിക്കും പറഞ്ഞത്. ഫുൾ വീട്ടിൽ കൂടെ ഞാൻ കുറച്ചു നേരം വെറുതെ ഇരിക്കുകയാണ്. ചെടിക്ക് വെള്ളം കൊടുക്കാറുന്നു, എന്നാ കൊടുത്തിട്ട് വരാം. പിന്നെ അപ്പൊ പുറത്താക്കി. അങ്ങനെ പുറത്താക്കാൻ പറ്റുള്ളൂ. പൊന്നു, ആ കട്ടൻ ഒന്ന് ശരിയാക്കിട്ട് തരാമോ? പൊന്നു, ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാമോ? ആ 5 സെക്കൻഡ് എനിക്ക് പുറത്ത് വിടൂല. അതില്ല പൊന്നു, അത് കള്ളം പറയല്ല. വിടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിടൂലെന്ന്. പ്രായമുള്ള ഒരാളല്ലേ? അല്ല, പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വിടൂലെന്ന്. എത്ര മിനിറ്റ് ഞാൻ സത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് പുറത്ത് പോണം എന്നും പറയാത്തൊരു പർപ്പസ് ആയിരിക്കണം. ഞാൻ വെറുതെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫുള്ള് ദിവസം മുങ്ങരുത്. എവിടെ പോണു അത് പറഞ്ഞാൽ മതി. പിന്നെ പോണം. ഞാൻ ഇവൻ പോയി കാണത്തൂല്ല, അവരുടെ വീട്ടിലും കൊണ്ടുവരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പുറത്ത് പോയിക്കോ, എടുക്കെടുക്കൊന്നു. സദ്ദു കള്ളം പറയുന്നില്ല. ഞാനൊന്ന് വീട് വരെ പോയാലോ? പൊന്നു, ഈ സാധനം കേട്ടാലോ? അപ്പൊ അന്ന് ഇവള് പറയേ, നമുക്ക് ബീഫ് മേടിക്കാം. ബീഫ് എനിക്ക് ഇഷ്ടമാണല്ലോ, ഞാൻ പോവില്ല. നമുക്ക് ബീഫ് മേടിക്കാം. അങ്ങനെയല്ല ഞാൻ പറയാം, ബീഫ് മേടിക്കും, ഞാൻ ഉണ്ടാക്കാം, ഉമ്മച്ചിക്കും കൊണ്ട് കൊടുക്കും, ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇവനപ്പത്തേക്കും എന്നാ പിന്നെ നാളെ പോലെ, അപ്പൊ പിന്നെ അത് നിന്റെ ഇഷ്ടം പോലെ. എന്നെ കാരണം ഞാനെന്നാ പുറത്തു പോയിട്ട് വന്നാലോ, അല്ല സദ്യ നമുക്ക് ഇന്ന കാര്യം ചെയ്താലോ, പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. അത് അവൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ലിറ്ററലി ഐ എം എ പേഴ്സൺ ഹു വാണ്ട്സ് മൈ ഓൺ ടൈം ഓൾസോ. സോ ഐ ബിലീവ് ഇൻ. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ആളായതുകൊണ്ട് തന്നെ എനിക്ക് വെറുതെ ഒരു സിനിമ വെച്ചിട്ട് ഏതെങ്കിലും ഒരു തെലുഗു, തമിഴ്, കന്നഡ എന്തെങ്കിലും ആ ഭാഷയിലെ സിനിമ വെച്ചിട്ട് ഐ ലൈക്ക് ടു ജസ്റ്റ് ലൈ ഡൗൺ ഓൺ ദാറ്റ് സോഫ ലിറ്ററലി. ആ സുഖം കിട്ടുന്ന വേറെ ഒന്നിനും ഇല്ല സത്യം. അപ്പൊ ഞാൻ വിചാരിക്കും ആരെങ്കിലും കാണും, പക്ഷെ 2-3 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരണം. അതിൽ കൂടുതൽ എനിക്ക് മാറി നിൽക്കാൻ പറ്റൊന്നുമില്ല. സോ ഐ വാണ്ട് ഹിം ടു കം ബാക്ക് ഇൻ ദാറ്റ് ടൈം. അപ്പൊ ഞാൻ പറയുന്നു, എവിടെ പോണെന്ന് പറഞ്ഞിട്ട് പോയിക്കോ. എന്റെ പൊന്നു ബ്രോ, കടയിൽ പോയിട്ട് 10 മിനിറ്റ് ലേറ്റ് ആവുന്ന ചോദിക്കും. ഞാൻ ആടിപ്പാടി വന്നതാ പൊന്നു. ഞാനൊരു കാര്യം പറയാം, അപ്പുറത്തുള്ള കട വരെ സാധനം മേടിക്കാൻ പോയ ആള് 10 മിനിറ്റ് ലേറ്റ് ആവുമ്പോ ഞാൻ ചോദിക്കും എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് നമുക്കൊരു ചോദ്യമല്ലേ. ഒരുപാട് ഡിലേ ലൈക്ക് വാട്ട് ഹാപ്പൻ, ലൈക്ക് അത്ര സമയം ഇതിന്റെ അപ്പുറത്ത് തന്നെ കടയുണ്ട്, അവിടെ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുത്താൽ എന്ത് പറ്റി എന്ന് ചോദിച്ചു പോകും. സിമ്പിൾ ആസ് ദാറ്റ്. അവിടെ ആരെങ്കിലും വെച്ച് കണ്ട് മീറ്റ് ചെയ്തെങ്കിലും അത് ചെയ്യില്ല. ബിക്കോസ് ഐറിൽ ആരും ഇല്ല, അവിടെ ഇല്ല.
അവിടെ നിന്നല്ല പുറത്തിറങ്ങി ഞാൻ ആരും നോക്കാറില്ല. ഇല്ല പിന്നെ അളിയ പക്ഷെ നമ്മൾ അന്ന് പിന്നെ വായി നോക്കാറില്ലെന്നാ വായി നോക്കാറില്ലെന്നാ എന്ത് ഇല്ല, വായി ഞാനിപ്പോ നോക്കിയെന്നറിയോ നോക്കും. എന്നിട്ട് നോക്കിയിട്ടില്ല ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരും ഞാൻ നോക്കിയൊന്ന് കാണാൻ വേണ്ടിട്ട് ഇല്ല നോക്കത്തില്ലെന്ന് പറഞ്ഞു. നല്ല പോലെ നോക്കും. ഈ കണ്ണാടി വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാ എപ്പോഴും വേറെ വേറെ കളർ ചുമപ്പുണ്ട്, മഞ്ഞുണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ദൈവത്തിന് ഏതൊക്കെ കളറിൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ഉപയോഗിക്കില്ല. ബ്ലാക്കിൽ ഇവന്റെ കണ്ണ് കാണില്ലല്ലോ, കണ്ണും കാണണല്ലോ. അവര് കാണണം, ഇവൻ കണ്ട്, ഇവൻ കാണണം, അവര് കണ്ട്, ഞാൻ മാത്രം കാണരുത്. ഐ കോണ്ടാക്ട് കൊടുക്കും. കൊടുക്കും. അല്ല ബ്രോ, ഞാൻ ശരിക്കും വായി നോക്കണ വേറെ ഒന്നല്ല. ഇപ്പൊ ഞാൻ ഓരോ ഡ്രസ്സാണ് നോക്കണത്. ഞാൻ അവരുടെ ഡ്രസ്സ് കണ്ടിട്ട് വിചാരിക്കും എന്റെ ഭാര്യയുടെ മേതി ഡ്രസ്സ് നല്ല കൊള്ളാം. ചേരും അങ്ങനെയാണ് ഞാൻ നോക്കണം. ഞാൻ ഓരോരുത്തരെ നോക്കിയിട്ട് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കണ്ടാവും. ആ ഡ്രസ് അടിപൊളിയാണ്, ഡ്രസ്, ചെരുപ്പ് എല്ലാം അല്ലേ? കോളേജിൽ പോകുന്ന പിള്ളേര്, ഞങ്ങൾ കുസാറിന് അവിടെ താമസിക്കുന്നത്, അവിടെ കോളേജിൽ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിലും വരുന്നു നോക്കും. അതെന്തിനായിരുന്നു? യൂണിഫോം നല്ല യൂണിഫോം നല്ല ഞാൻ എടുത്തിട്ടാണ് അവരുടെ യൂണിഫോം. എന്നിട്ട് വായി നോക്കൂല. വെറുതെ പിള്ളേർ അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു താഴെ ഇരിക്കുകയാണെങ്കിൽ അവരെ പോലെ നോക്കും. നേവിക്കാരുടെ യൂണിഫോം ഇട്ട് വന്നപ്പോ നേവി യൂണിഫോമിൽ പൊന്നെ അടിപൊളിയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ. പൊന്നെ നീ ആവശ്യമില്ലാത്ത ടോപ്പിക് നീ ടോപ്പിക് മാറ്റിക്കണേ. കറക്റ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നീ വായി നോക്കുന്നുണ്ട്, എനിക്കത് പ്രശ്നമല്ല. പക്ഷെ ഞാൻ നോക്കണത് എനിക്ക് ആവശ്യങ്ങളുണ്ട്. കാരണം ഡ്രസ്സ് നോക്കാം, ചെരുപ്പ് നോക്കാം, ഹെയർ സ്റ്റൈൽ നോക്കാം, തിങ്കളിൽ മേടിച്ചു കൊടുക്കാൻ. അതാണ് പറയാനുള്ളത്. പക്ഷെ ലിറ്ററലി നല്ലതായി നോക്കുന്നുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് എത്ര തവണ കണ്ട്. അപ്പൊ ചോദിക്കോ, പറയോ? ഒന്നുമില്ല. ലെറ്റും തിങ്കളോ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വായി നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കലില്ല തിങ്കൾ. ഞാൻ ആ സമയത്ത് വേറെ ആയാലും നോക്കായിരിക്കും. തിങ്കളായി നോക്കണോ ഞാൻ കണ്ടെങ്ങനെയാ വായി നോക്കുക. സീരിയസ്ലി സ്പീക്കിംഗ് അങ്ങനെ I like to meet on talk people, like സംസാരം, because ഒരു കാര്യം that really helps me, because നമ്മൾ ഇത്ര ആൾക്കാരെ കണ്ട് ഇപ്പൊ ലുക്കിനേക്കാളും കൂടുതൽ what matters is ആൾക്ക് സംസാരിക്കാൻ പറ്റുമോ, അതായത് നമ്മളായിട്ട് കറക്റ്റ് ആയിട്ട് വൈബ് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ നല്ല കാണാൻ ലുക്ക് കൊള്ളാം എന്നാ വാ തുറന്നു പോയി അത് നമ്മുടെ വൈകുന്നേരം ഇറങ്ങി പോകുന്നുള്ളൊരു സംഭവമായി പോയി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കാൻ്റെ ആവശ്യം വരാം. പിന്നെ എല്ലാവരും ഇപ്പൊ ചെറിയ പിള്ളേരായിട്ട് തോന്നുന്നേ. ചിലപ്പോ അത് പ്രായമത്തെ തന്ത വൈബ് എന്നൊക്കെ പറയണ പോലെ ഇപ്പൊ ആരെയാണ് ഇൻഡയറക്ട്ലി തള്ളാന്ന് വിളിക്കാനാണ് ഉദ്ദേശിച്ചല്ലേ? അത് ഇത് മാറി ചെറിയ പയ്യനല്ലേ? ഈ വാവകളി കഴിഞ്ഞിട്ടില്ല ഇവന്റെ, വേറെ ഒന്നും പറയാൻ പറ്റില്ല. വാവകളി കഴിഞ്ഞിട്ടില്ല ഇവന്റെ. വാവ ഞാൻ വീട്ടിലെ വെച്ചായിരുന്നു. ഇപ്പോഴും നിനക്ക് ഏറ്റവും വലിയ കാര്യം ഞാൻ പറഞ്ഞു, everyone knows about me that I'm a cat rescuer and a dog rescuer. അറിയാം, everybody knows that. So ഒരു 40-50 ഒക്കെ ഉണ്ടായി നമ്പേഴ്സ് ഇന്ന് വരെ, ലൈക്ക് ഇവന്റെ കൂടെ ഷിഫ്റ്റ് ചെയ്യണത് വരെ I had so many cats. Okay, ഒരു ദിവസം വന്നിട്ട് എനിക്ക് ഡസ്റ്റ് ഭയങ്കര അലർജിയാണ്. അപ്പോൾ ശരി അടിച്ചു വരാം, ബിക്കോസ് ക്യാറ്റ്സ് ആർ എൻ്റെ വീടിൻ്റെ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. പതുക്കെ റൂമിൽ നിന്ന് ക്യാറ്റ്സിനെ പുറത്താക്കി. അതായത് അളിയന്റെ റൂമിൽ നമ്മുടെ റൂമിൽ നിന്ന് പുറത്താക്കുക. ഇവരുടെ റൂമും എനിക്ക് അലർജിയാന്ന് പറഞ്ഞിട്ട് ശരി. അന്ന് ഇവന് ഓൾറെഡി ഒരു പോച്ചു ഉണ്ടായിരുന്ന, പക്ഷെ ആദ്യമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ മറ്റേ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് ആകുമ്പോൾ, ഡിപ്രസീവ് എന്നല്ല പറയുന്നത്, ഒരു സ്ട്രെസ് സ്റ്റേറ്റിലാകുമ്പോൾ ഐ വോണ്ട് ബി അറൗണ്ട് മൈ ക്യാറ്റ്. ഐ എം എ ക്യാറ്റ് പേഴ്സൺ. അപ്പോൾ എനിക്ക് ക്യാറ്റിൻ്റെ കൂടെ വേണമല്ലോ. അപ്പോൾ ഇന്ന് ക്യാറ്റ് വീട്ടിനുള്ളിലുണ്ടോ അല്ലെങ്കിൽ ഞാൻ വീടിൻ്റെ ഉള്ളിൽ, ഞാൻ നീ കൂടെ പുറത്തേക്ക് പറഞ്ഞു. അവന് ഇവനോട് ഞാൻ പറഞ്ഞു നീ പോരാൻ പറഞ്ഞു. ഇവൻ പില്ലോ ഒക്കെ എടുത്ത് പുറത്തു പോയി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ ക്യാറ്റിനെ പുറത്താക്കി. അത്ര അത് കഴിഞ്ഞ് പതുക്കെ ഇവനെ അല്ല അതല്ലായിരുന്നു ഇവന്റെ മെയിൻ മാസ്റ്റർ പ്ലാൻ. പതുക്കെ തിങ്കർ പുതിയ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത്ര പൂച്ചകളെ പറ്റൂലല്ലോ, നമുക്ക് സ്ലോലി നമുക്ക് എന്തെങ്കിലും. സോ എരുമേലിയിൽ വലിയ സ്ഥലമുണ്ട് നമുക്ക്, നമ്മുടെ വീടാണ്, സ്വന്തം വീട്. ഇവൻ ഫുൾ സാക്രിഫൈസ് വാ നമുക്ക് രണ്ടുപേർക്കും എല്ലാരെയും കൊണ്ടേ അവിടെ വലിയൊരു സ്ഥലത്ത് കൊണ്ടുവിടാം, അവർക്ക് ഫുൾ നാട്ടിൽ കറങ്ങി നൽകാം. അപ്പൊ ഞാനും ഇവന്റെ ഡെഡിക്കേഷനിലെ മറ്റേ ഇതായി. ഇവന് യൂഷ്വലി പൂച്ചകളോ പട്ടികളോ നമ്മൾ കാറിന്റെ ഉള്ളിലോ കൊണ്ടുവന്നു. സോ ദേ മേ ഷിറ്റ്, ദേ മേ പീ ഇൻ ദ കാർ. സോ ഇറ്റ്സ് വെരി സ്മെല്ലി. ഇവൻ 3-4 മാസ്കൊക്കെ വെച്ചിട്ടാണ് വണ്ടിയിൽ ഇരിക്കണം. അത് വരെ എന്നാൽ എല്ലാവരും നമ്മളത് കൊണ്ടുപോയി 1 by 1 എല്ലാവരും ഡ്രോപ്പ് ചെയ്തതിന് ഇവൻ വീട്ടിൽ വന്ന ഒരു സമാധാനക്കിടപ്പുണ്ട് ഇവൻ്റെ. ആ സമാധാനക്കിടപ്പ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു പൂച്ച രക്ഷപ്പെട്ട് വരലെന്ന് വെച്ചാൽ ആ പൂച്ചനെ മാത്രം ഞങ്ങൾ പോവാൻ നേരത്ത് വിട്ടുപോയതല്ല, ഇവള് ഒളിപ്പിച്ചു.
പുതിയ വീട്ടിലിട്ട് പൂച്ചയെ വേണ്ടാന്നിരുന്ന് തീരുമാനിച്ച നമ്മുടെ തീരുമാനം തെറ്റിച്ചുകൊണ്ട് പട്ടികളെ പൂച്ചകളെ എല്ലാവരെയും ഇവൻ കൊണ്ട് അവിടെ ആക്കിപ്പിച്ചിട്ട് ഞാൻ എഗ്രിമെന്റിൽ ഞാൻ മറ്റേ ഓണറെ കൊണ്ട് എഴുതിച്ചു പെറ്റ്സ് നോട്ട് അലൗഡ് എന്ന്. അതിപ്പോഴാണ് അറിയുന്നത്. ഞാനത് നേരത്തെ അറിയാലോ. അപ്പൊ ഞാൻ ഈ കുഞ്ഞിനെ മാത്രം ഇവൻ എത്ര ജലസാന്നറിയോ. ഞാനത് വായിച്ചും കൊടുത്തു. ഞാൻ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യണതിന് മുമ്പത്തെ ദിവസം ഇത് അയച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു പിന്നെ കണ്ടില്ലേ പെറ്റ് നോട്ട് അലൗഡ്. ശരിയപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇവൻ ഭയങ്കര സങ്കടമൊക്കെ. അവര് സമ്മതിക്കില്ലല്ലോ പെറ്റ്സിനൊക്കെ. ഞാൻ ചേട്ടാ ഒരു പട്ടിനെ കൊണ്ടാ ഇത്ര വലിയ വീട് സ്ഥലമല്ലേ നമുക്ക് ഓണർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പെറ്റ്സിനോട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ ഓക്കെ പിന്നെ ഒരു പൂച്ച മാത്രം കയ്യിൽ വന്ന സ്ഥിതിക്ക് ആളെ കൊണ്ട് നമ്മൾ ഷിഫ്റ്റായി. ഇത്രയും ജലസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ആ പൂച്ചക്കുട്ടി വെറുതെ വന്നിട്ട് കുറച്ച് നേരം നമ്മൾ വന്നിട്ട് മറ്റേ ഇത് ബിസ്ക്കറ്റ് ഉണ്ടാക്കണ പോലെ ഷിൽ ജസ്റ്റ് മിററിങ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പം ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വേണം. സീരിയസ് ആയിട്ട് പറഞ്ഞു. ആ ഇവളെ ഇറക്കി വേണമല്ല ഞാൻ ഇപ്പം ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ സത്തു അത് 5 മിനിറ്റ് കഴിഞ്ഞ് പോയിക്കോളും. ഇല്ലല്ല ഇതെൻ്റെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പൂച്ച നിൽക്കും അല്ലെങ്കിൽ ഞാൻ നിൽക്കും. ഞാൻ മനുഷ്യനെ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോ. വേറെ എന്ത് പറയാൻ പറ്റും? 5 മിനിറ്റ് കഴിയുമ്പോൾ അത് പോവും. ഇവനെന്താ പർപ്പസ്ഫുള്ളി അതിൻ്റെ റൂം നമുക്ക് 3 ഇതുണ്ട് അതിൻ്റെ പുറത്തേക്കാക്കിയിടും. അവരെ ഉപദ്രവിക്കില്ല. അവർക്ക് ഫുഡ് അതിൻ്റെ അവിടെ പുറത്താണ്. ഞാൻ സ്ലോലി ഇല്ല അവരെല്ലാ കാറ്റും ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ലോലി ഞാൻ ഉള്ളിൽ കയറ്റി കെയറിങ്ങും ഓവർ സ്കാനം കൊടുക്കലും. ഞാൻ ഒരു പൂച്ചക്ക് ഒരു സ്ഥലം ഓക്കെ അവിടെ ഇരിക്കട്ടെ. ഫുഡ് അവിടെ അവരുടെ സ്ഥലം എന്റെ ഇവിടെ അവരുടെ സ്ഥലം ഒന്നുമില്ല. ഇതിപ്പോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക അത്തായിട്ട് കൊടുക്കുക. അവിടെ കച്ചറായി അപ്പഴാണ് അവിടുത്തെ ആയിട്ട് കൊടുക്കുക. ആ കച്ചറ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണേ. കച്ചറയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു പൂച്ചക്ക് ഒരു പ്രത്യേക സ്ഥലം കൊടുക്കുക അവിടെ ഫുഡ് കൊടുക്കുക. ഇത് ഇവിടെ അവിടെയൊക്കെ കൊടുത്ത് ഉറുമ്പും മറ്റേ ഇതൊക്കെ ആകെ ശല്യാന്നേ. ഞാൻ അതിനോട് പിന്നെ പൂച്ചനെ നമുക്ക് വളർത്താം. പക്ഷേ ഇവൻ ബ്രില്യൻ്റ്ലി അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ ഫൈനലി ഒരു പൂച്ചയുണ്ട്. അതിപ്പോ പ്രഗ്നന്റ് ആണ്. അതും എന്നെ പറ്റിച്ചതാ. ഞാൻ പറഞ്ഞ പെൺപൂച്ച പറ്റില്ല ആൺപൂച്ച പറ്റുള്ളൂ. ഇതിന് പെറ്റ് പെരുകുന്നു. ഇവിടെ പറഞ്ഞേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഗർഭിണിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇല്ല സിദ്ധു അങ്ങനെ അതൊന്നുമില്ല ഒരു സാധനമില്ല. അതിന് മുമ്പ് ഞാൻ ചെയ്തിരിക്കും. അപ്പൊ ഞാൻ ഗർഭിണിയാണ് ചെയ്യേണ്ട പെണ്ണു അത് തെറ്റാ. അങ്ങനെ ചെയ്യുന്ന ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നെ ഓ കൊള്ളാം അപ്പോൾ ചെയ്തിരിക്കും. കാരണം ഗർഭിണി ആണെങ്കിൽ ചെയ്യാം പൂച്ചനെ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിപ്പോ 5 കൊച്ചുങ്ങളായിട്ടുണ്ട് അതിന്റെ വയറ്റില്. ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയാം ആദ്യമായിട്ട് പ്രസവിക്കുന്നത്. അപ്പൊ മാക്സിമം 2 ബേബീസ് ഉണ്ടാവുള്ളൂ. ആദ്യം എൻ്റെ അടുത്ത് 1 എന്നാ പറഞ്ഞത്. മാക്സിമം 2 ബേബീസ് ഉണ്ടാവുള്ളൂ. അല്ല ആദ്യമായിട്ട് പ്രസവിക്കുന്ന ആൾക്കാർക്ക് 1ഉം 2 അത് കഴിഞ്ഞിട്ടാണ് സ്ലോലി ആവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇവിടെ എടുക്കൂല എരുമേലിയിൽ എടുക്കുള്ളൂ തീർത്തു. എന്താണ് പ്രസവം എടുക്കാൻ അത് എന്തെങ്കിലും ചോദിക്കണോ? ആ പാവം പൂച്ച എവിടെയെങ്കിലും സൈഡിൽ പോയിട്ടെങ്കിലും പ്രസവിച്ചോളൂ. അതുപോലെ ഇവന് പ്രശ്നം. എന്നിട്ട് സീരിയസ്ലി പറയും ഇവന്റെ ഒച്ച കേട്ട ഉടനെ പൂച്ചക്ക് അറിയാം. പൂച്ചക്ക് അറിയാം പ്രസവം എടുക്കൂല എരുമേലിൽ ഗർഭിണിയാ. ഞാനത് ഓർത്തില്ല. ഇത് മറ്റേ ന്യൂസിലുണ്ടാ നിങ്ങൾ ഗർഭിണി സ്വന്തം വീട്ടിൽ പ്രസവം എടുക്കാൻ സമയമില്ലേ പ്രസവം റൊമാൻറ്റിക്കലി ഫെഡറേഷൻ കുറെ കാര്യങ്ങളുണ്ട്. മൈ ടൈം മൈ അറ്റൻഷൻ എവറിത്തിങ് എല്ലാം ഇവന്റെ അടുത്ത് നിക്കണം. നല്ലതല്ലേ? ഐ മീൻ ഇൻ വൺ വേ നല്ലതല്ലേ? നല്ലതല്ലേ? ശരിക്കുള്ള ചോദ്യം നല്ലതല്ലേ? നല്ലതാണോ അല്ലേ? ഞാൻ ഹാപ്പിയാ. അല്ല അങ്ങനെ നല്ലത് ശരിയൊന്നും അല്ലല്ലോ. ഹാപ്പിനെസ് എനിക്ക് എന്താ തോന്നുന്നറിയോ? ഒരു പക്ക ഒരു കിടിലം ഒരു റൊമാൻറ്റിക് കോമഡി സിനിമ കണ്ട് വേണമായിരുന്നു. ഇവൻ ഇത് വെരി ഗുഡ് ആക്ടർ അല്ലേ? തോന്നിയിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ആക്ടർ അല്ല. നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കാതെ ഞങ്ങളെ കോണ്ടന്റ്സ് ഉണ്ടാക്കുന്ന എടുക്കെടുക്ക് ഞാൻ നോക്കുമ്പോഴേ എനിക്ക് അഭിനയിക്കാൻ പറ്റണില്ല. എനിക്ക് ചിരി വിട്ടുപോകും. ബിക്കോസ് ഐ കനോട്ട് ആക്ട് ഇൻ റിയൽ ലൈഫ് ഓൾസോ ഇൻ ദിസ് ഓൾസോ കോണ്ടന്റ്.
ഇവൻ എന്താ അഭിനയാന്നറിയാം, ഞാൻ പറഞ്ഞത്. എന്താ അഭിനയാന്ന്. അപ്പൊ ഞാനിങ്ങനെ ഇവൻ ഇങ്ങനെ അഭിനയിക്കുന്നത്, അപ്പൊ റിയൽ ലൈഫിൽ ഇവന് ഇത് അഭിനയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അല്ല ഒരു കാര്യം ഞാൻ പറയാമോ, ആ കൂലിയായിട്ടൊക്കെ കറക്റ്റ് അപ്പോഴും എനിക്ക് ചിരി വിട്ടുപോയിക്കൊണ്ടിരിക്കണോ, അല്ലെ എനിക്ക് ചിരി പിടിക്കാൻ പറ്റൂല. അന്ന് ഞങ്ങളിപ്പോ 5 million അടിച്ച ഒരു വീഡിയോ ഉണ്ട്, മറ്റേ ഞങ്ങൾ കുസ്തി പിടിക്കുന്ന ഒരു വീഡിയോ. ഫുൾ അപ്പൊ അതില് ഞങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഇവൻ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ആയിട്ടാണ് നിക്കണത്. ഒരു വീഡിയോയിൽ മാത്രം ഞാൻ എന്റെ കറക്റ്റ് സോങ് കാണിച്ചു. ഇവൻ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഞാൻ തെറി പറയുന്ന ഒരു സീനുണ്ട്. അത് 10-15 ഷോട്ട് എടുപ്പിച്ച് ചീത്ത പറഞ്ഞു എന്റെ മനസ്സിൽ കിടന്നതൊക്കെ ഞാൻ പുറത്തേക്ക് പറഞ്ഞു. എന്നാലല്ലേ റീൽ എടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് വാസ് എ റീൽ വേർ ഞാൻ കിച്ചണിൽ പോണ ഇവൻ തെറി പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പറയുമ്പോ പറയുമ്പോ മിക്സി ഓൺ ആക്കും നല്ലപോലെ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കുക്കറെ വിസിലടിക്കും, അല്ലെങ്കിൽ ടക് 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 എന്നില്ല. അപ്പൊ ഇവനൊന്നും കേൾക്കാത്ത പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു 10 തവണ എടുപ്പിച്ചു. എന്നാ ഓരോ തവണ പോകുമ്പോ എനിക്ക് മനസ്സിൽ കിടക്കുന്ന അക്കെ നീ നിൽക്കാണെങ്കിൽ ഞാൻ നിൽക്കണേ, നീ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് കറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇവൻ കേൾക്കാണ്, ബിക്കോസ് ആ ഷോട്ട് എടുക്കണമല്ലോ. അവസാനം പറഞ്ഞു നീ കൊറേയൊക്കെ മനഃപൂർവ്വം വിളിക്കണ്ടോന്ന് എനിക്കൊരു സംശയം അറിഞ്ഞുകൊണ്ട്. അത് മാത്രം ഞാൻ കറക്റ്റ് ആയിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ലേ, കറക്റ്റ് ആയിട്ട് ബാക്കിയെല്ലാം ഞാൻ അഭിനയിച്ചു. അടിപൊളി. അപ്പൊ ഇനി ഞാൻ വിഷ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരുടെയും വീട്ടില്, അപ്പൊ ഞാൻ അത് പറയുവാണ്, ഇവർ രണ്ടുപേരുടെയും വീട്ടില് എന്നാലും ഇവർ രണ്ടുപേരും അടിപൊളിയാണ്. ഈ പെർഫെക്റ്റ്ലി മാച്ചാണെന്ന് നമുക്ക് ഇപ്പോൾ ആക്ച്വലി തോന്നുന്ന ഒരു കപ്പിൾ തീർച്ചയായിട്ടും പറയാം. അതെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സോ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിലുള്ളവരും വളരെ ഹാപ്പി ആയിട്ട്, തിങ്കളുടെ മമ്മി ആണെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണും. യെസ്, ആൻഡ് യുവർ പേരൻസ് ആണ് അയച്ചു കൊടുക്കണം, ലിങ്ക് അയച്ചു കൊടുക്കണം. അവരുടെ ലിങ്കിന്റെ ആളാണ്. ഞങ്ങളുടെ എല്ലാ കോണ്ടന്റ് വീഡിയോസും ഞാൻ വീട്ടിൽ അയച്ചു കൊടുക്കും. അപ്പൊ മമ്മി ഇവിടെ ഇങ്ങോട്ടേക്ക് ഭർത്താവിനെ റെസ്പെക്ട് ചെയ്ത് ജീവിക്കൂ. ഞാൻ വിചാരിക്കുന്നു മമ്മി എന്നെ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അപ്പൊ അങ്ങനെ വരും. എത്ര വീഡിയോസ് അയച്ചു തരും എന്നറിയാം. ഭർത്താവിനെ അവരെ ദൈവമായിട്ട് കരുതൂ, മറ്റതൊക്കെ ഉള്ള. ഞാൻ ഇത് എന്നെ ഉദ്ദേശിക്കണാണോ അതോ മമ്മി പപ്പനെ കുറിച്ച് പറയുന്നതാണോ എന്നെ എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ എന്ത് നോക്കിയാലും അവിടെ ഒരു പാഠമുണ്ടാവും. ഭർത്താവ് എന്തോ ആളാന്നുള്ളൊരു ഇവൻ തന്നെ തെറ്റിദ്ധറിയാം. ഇവൻ എടുക്കെടുക്ക് പറയും ഭർത്താവ് ഒരു ദൈവമാണ്. അപ്പൊ ഞാൻ ഭാര്യ ഒരു ദേവിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് അതുകൊണ്ടല്ലേ പറയാറ്, ഇവള് എന്തെങ്കിലും കാര്യത്തിന് എന്നെ ഒന്ന് ഒപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിക്കും, അവിടെ എവിടെ കൊള്ളും. ഞാൻ പറയും ഭർത്താവ് ദൈവമാണ്, പിന്നെ ഒന്നും ചെയ്യരുത്, അപ്പൊ പണി കിട്ടും. ബട്ട് യെസ് ഫോർ ഷുവർ മോം ലിങ്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കാണും. ഞാൻ എടുത്തെടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പം ഈ ദേവനും ദേവിയും അതെ അതെ അതെ. അപ്പൊ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ചെലവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ചെലവ് ചെയ്യാതിരിക്കണ രജിസ്റ്റർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കല്ലേ. ഉള്ള ആൾക്കാരെ പറഞ്ഞു ഓൾറെഡി കല്യാണം ഒരു ചെലവാ, അതിനെ കൂടാതെ തന്നെ ചെലവുണ്ടോ, ചെലവ് നല്ല ചെലവുണ്ട്, നല്ല ചെലവാ. അന്നത്തെ ദിവസം എത്ര ചെലവുണ്ടായിരുന്നു? എല്ലാം കൂടി 1000 രൂപ. എല്ലാവർക്കും ബിരിയാണി വെച്ചു. എത്ര പേരുണ്ടായിരുന്നു? എല്ലാ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു 7 പേരുണ്ട്. പക്ഷെ ബിരിയാണി 4 പേർക്ക് ഫാസ്റ്റിംഗ് ഉണ്ടായി. 1000 രൂപ. അപ്പൊ ബിരിയാണി മന്തി 1600 മന്തിയായിരുന്നു. ആക്ച്വലി വന്ന 2 പേർക്ക് നോമ്പുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയപ്പോ ചെലവൊന്നും കുറഞ്ഞു കിട്ടി. ചെലവ് ഭയങ്കരമായിട്ട് കുറച്ച്. ഞാൻ എല്ലാ നോമ്പുള്ളവരെ വിളിക്കാന്ന് വിചാരിച്ചു, പക്ഷെ അവരെല്ലാരും കിട്ടിയില്ല. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ചെലവ്. എല്ലാ നോമ്പുള്ളവരെ വിളിച്ചത്, പക്ഷെ 3 പേരെ കിട്ടി, 2 പേരെ കിട്ടിയുള്ളൂ. ബാക്കി 3 പേര് നോമ്പില്ലാത്തവര് വന്നു. അവർക്ക് ഫുഡ് കഴിച്ചു കൊടുക്കണ്ട. എന്തായാലും കറക്റ്റ് ആളെ തന്നെയാക്കി. അടിപൊളിയാവട്ടെ. വീണ്ടും നമുക്ക് കാണാം. വീണ്ടും നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ വരുമ്പോൾ വീണ്ടും നമുക്ക് നിങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിങ്കളുടെ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ പോലും പല ആൾക്കാരും, ഈവൻ കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും, ഈവൻ ഒരു ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ വീക്കെൻഡ് പാർട്ടീസ് അല്ലെങ്കിൽ എവിടെയാണ് ഒരു ഫുഡ് ജോയിന്റ് ഒക്കെ, ഈവൻ തൃശ്ശൂരും ഒക്കെ കേരള പോരുണ്ട്. അപ്പം ഫോളോ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി ഫോളോവേഴ്സ് കൂടുതൽ കാണുന്ന ആൾക്കാരും. സോ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങളുടെ കോണ്ടന്റ്സും ഇനി കുറേ കണ്ടന്റ്സ് വരിക. ഹാപ്പി ആകുക. ഗോഡ് ബ്ലെസ് യു.